നമ്മളെ കുടുംബം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയിലേക്ക് വരിക. കുടുംബം എന്ന് പറയുന്ന വ്യവസ്ഥയിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം എടുത്തു നോക്കേണ്ടത് അവിടെ പടച്ചോനുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യം ഉണ്ടോന്ന്. ഒന്ന്, നമസ്കാരം എടുക്കുക. നമ്മളെ വീട്ടില് ജമാഅത്തിന് എഴുന്നേൽക്കുന്ന എത്ര ആൾക്കാരുണ്ട്? എനിക്ക് ചിരിക്കണത് അല്ലേ? സുബൈക്കന്നെ ജമാഅത്തിന് ഉദ്ദേശിച്ച സുബൈ കേട്ടോ. സുബൈക്ക് എഴുന്നേൽക്കുന്ന എത്ര വീടുണ്ട്? വളരെ അപൂർവ. മഗ്രിബിനാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പള്ളിയിൽ ഉണ്ടാകുന്നത്. പക്ഷേ ഹദീസ് ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ സുബഹി നമസ്കാരത്തിനും അസ്ർ നമസ്കാരത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ എന്തായിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ അസ്റിനും സുബഹിക്കാണ് ഭയങ്കര പ്രാധാന്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ മഗ്രിബിനാണ് ഏറ്റവും കൂടുതൽ ആളുണ്ടാവും. എന്നാൽ ഈ ആളുകൾക്കൊക്കെ ഒഴിവില്ലാത്ത അല്ലെങ്കിൽ തിരക്കില്ലാത്ത സമയമാണ് എന്ത്? സുബഹി എന്ന് പറഞ്ഞത്. സുബഹിക്ക് എന്താകുന്നില്ല, പള്ളിയിൽ വരുന്നില്ല. പള്ളിയിൽ വരത്ത് പോട്ടെ, ഇനി പള്ളിയിൽ വന്നില്ലെങ്കിലും കുഴപ്പമില്ലാണെങ്കിലും നമുക്ക് വേണം പറയാം. എന്തുകൊണ്ട്? ഈ സൂര്യോദയത്തിന്റെ മുമ്പെങ്കിലും എന്താക്കണ്ടേ? എഴുന്നേറ്റ് നമസ്കരിക്കണ്ടേ? പല വീടുകളും എന്താക്കുന്നില്ല, എഴുന്നേറ്റ് നമസ്കരിക്കാത്ത വീടുകളുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്ക്. എന്നിട്ട് നമ്മൾ പറയാണ്, നേരത്തെ പറഞ്ഞതുപോലെ ആരാ സൃഷ്ടിച്ചേ? അള്ളാഹു. നമ്മളല്ലേ ആരാ സംരക്ഷിക്കുന്ന? അള്ളാഹു എന്ന് ചൊല്ലിപ്പടിച്ച പാഠങ്ങൾക്കപ്പുറത്ത് ബോധ്യപ്പെട്ടുകൊണ്ട് അള്ളാഹു എന്ന് പറയുമ്പോൾ നമ്മൾ പടച്ചോനോടുള്ള ബാധ്യതകൾ നിറവേറ്റുണ്ടോ എന്ന് മനസ്സിങ്ങനെ പടയുന്നു. ആലോചിച്ച് നോക്കണം. നമസ്കാരം എടുത്തു നോക്കുക. നമ്മുടെ വീടുകളിൽ നമസ്കാരം വളരെ കുറവാണ്. രണ്ടാമത്തെ ഖുർആൻ പാരായണം. എൻ്റെ വല്യമ്മൊക്കെ പണ്ട്, ഇപ്പോഴും വല്യമ്മ ഇങ്ങനെ ഓതും. പക്ഷേ മദ്രസൊക്കെ ഇങ്ങനെ വിട്ടു വരുമ്പോൾ മഗ്രിബ് നമസ്കരിച്ചാൽ എന്നും വീട്ടിൽ ഖുർആൻ ഓതായിരുന്നു. എന്നും ഖുർആൻ ഓതും. മഗ്രിബ് നമസ്കരിച്ച് കഴിഞ്ഞാൽ ഖുർആൻ ഓതിയിട്ടേ ബാക്കി മദ്രസത്താണെങ്കിലും സ്കൂളത്താണെങ്കിലും ഒക്കെ എടുക്കുള്ളൂ. ഇന്നോ? ഇവിടെ എന്താണ് എനിക്കറിയില്ല കേട്ടോ. നമ്മളൊക്കെ ടൗണിൽ ഇങ്ങനെ ഉള്ളതുകൊണ്ട് ടൗണത്തെ ഒരു അവസ്ഥ പറയുന്നതാണ്. പല വീടുകളിലും മഗ്രിബ് നമസ്കാരം ശേഷം എന്തില്ല? ഖുർആനില്ല. പക്ഷെ എല്ലാവരുടെ ഫോണിലും എന്തുണ്ട്? ഖുർആന്റെ ആപ്പ് ഉണ്ട്. അർത്ഥമുള്ളതുണ്ട്, ഓതുന്നതുണ്ട്. അത് നമ്മൾ തന്നെ പാരല്ലേ, നെക്കിയാ തന്നെ ഓത്ത് കേൾക്കുന്നതുണ്ട്. എല്ലാവരുടെ ഫോണിലും യൂട്യൂബിൽ ഖുർആനും കേൾക്കും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യൂല? അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ അപ്ഡേഷൻ നടത്തിയിട്ടുണ്ടാവും. പക്ഷേ ഖുർആന്റെ ആപ്പ് മാത്രം എന്തായി ഉണ്ടാവും? ആ മൂലക്കല് അപ്ഡേഷനും കിട്ടാതെ തുറന്നു നോക്കാതെ പൊടി പിടിച്ചെടുക്കണം. ആ ഫോൺ വാങ്ങിയാൽ ആദ്യം കയറ്റം എന്തായിരിക്കും? ഖുർആനും ദുആയും ഒക്കെ ആയിരിക്കും. അവിടെ ഞാൻ വീണ്ടും നേരത്തെ പറഞ്ഞതിലേക്ക് പോവാണ്. നമ്മൾ ആളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യണ്ട. നമ്മുടെ മനസ്സിൽ നമ്മൾ ആലോചിക്കുക, പടച്ചോന് അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾക്ക് എൻ്റെ ജീവിതത്തിൽ എത്ര പ്രാധാന്യം ഉണ്ടെന്ന് വെറുതെ ആലോചിക്കുക. അങ്ങനെ കുടുംബ ജീവിതത്തിലേക്ക് വാ. അങ്ങനെ വരുമ്പം എന്തുണ്ടോ? നമസ്കാരം ഉണ്ടോ എന്ന് ആലോചിക്കണം. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധം എത്രത്തോളം ഉണ്ട് എന്ന് ഞാൻ എന്ത് ചെയ്യണം? ചിന്തിക്കണം. വെറുതെ ചിന്തിച്ചു നോക്കാം. ഖുർആനായിട്ടുള്ള ബന്ധം വളരെ കുറഞ്ഞുപോയി. ഖുർആൻ വായിക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ ചിന്തിക്കുക? ഖുർആനൊക്കെ ശരിക്കും അഫലാത്തന്നെ ഖുർആൻ സൂറത്തുൽ അഅറാഫിൽ പറയുന്നുണ്ട്. നിങ്ങൾ ഖുർആൻ ഓതി കേൾക്കുന്ന സമയത്ത് അതിനെന്ത് ചെയ്യണം? ശ്രദ്ധയോടുകൂടിയിട്ട് അതിനെ കേൾക്കണം എന്ന് പറയുന്നത്. ശാന്തമായിരുന്ന് ശ്രദ്ധയോടുകൂടിയിട്ട് ഖുർആനെ നിങ്ങൾ കേൾക്കണം. ശാന്തമായിരുന്ന് ഖുർആൻ കേൾക്കുമ്പോൾ ഖുർആൻ ഒരുപാട് വിസ്മയങ്ങൾ നമുക്ക് നൽകും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ് ഈ അലാ ബി ദിക്രില്ലാഹി തത്മഇന്നു ഖുലൂബ്, അതേപോലെ തന്നെ ഇന്ന മഅൽ ഉസ്രി യുസ്ര, അതേപോലെ ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ. ഇങ്ങനത്തെ ചെറിയ ചെറിയ ആയത്തുകളൊക്കെ നമ്മളൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ ഒന്നിങ്ങനെ മനസ്സിരുത്തി വായിച്ചു നോക്കും, വലിയ സമാധാനം. അതേപോലെ തന്നെ ഖുർആനിലെ ഏറ്റവും പാപിയായി അക്രമം ചെയ്ത മനുഷ്യനോട് ഖുർആൻ പറയുന്ന അല്ലാഹ് പറയുന്ന ഒരു വാക്കുണ്ട് സൂറത്തു സുമറിൽ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. സ്വന്തം ആത്മാക്കളോട് അക്രമം പ്രവർത്തിച്ചു പോയിട്ടുള്ള എൻ്റെ ദാസന്മാരെ നിങ്ങൾ എന്താക്കരുത്? എൻ്റെ കാരുണ്യത്തിൽ നിരാശ ഉണ്ടാകരുത് എന്ന്. ഇതൊരു തെറ്റ് ചെയ്ത് അറിയാതെ തെറ്റ് ചെയ്തു പോയി പശ്ചാത്തപിക്കണം എന്നുള്ള മനസ്സോടുകൂടിയിട്ട് ഈ ആയത്തൊന്ന് ശാന്തമായിരുന്നു വായിച്ചു നോക്ക്. നമുക്ക് അള്ളാഹിനോടുള്ള ആ ഒരു പഠിച്ചവനോട് അടുപ്പം വല്ലാണ്ട് കൂടും. അല്ലെങ്കിൽ ഹത്തം തീർക്കുന്ന രീതിയിൽ ഇങ്ങനെ ഓതിപ്പോയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞത് കുടുംബത്തില് നമസ്കാരം, അതേപോലെ തന്നെ ഖുർആൻ പാരായണം, ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കണം. ചെറിയ കുട്ടിയാണെങ്കിലും, ചെറിയ കുട്ടി എന്ന് പറഞ്ഞാൽ അത്യാവശ്യമല്ലേ 7 വയസ്സായി കഴിഞ്ഞ് എണീപ്പിക്കണം. നമ്മൾ എന്താ ചെയ്യുന്നല്ലോ? അതും കൂടി ഉണ്ട്. ഇന്ന് നമ്മൾ അനുഭവിച്ച ത്യാഗവും വേദനയും ഒന്നും നമ്മുടെ മക്കൾ അനുഭവിക്കരുത് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ട് അല്ലേ? ഞാൻ പട്ടിണി കിടന്ന് വളർന്ന ആളാണ്, എൻ്റെ കുട്ടി എന്ത് ചെയ്യരുത്? പട്ടിണിയൊന്നും കിടക്കാൻ പാടില്ല. ഞാൻ ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ട് വന്ന ഒരാളാണ്, അതുകൊണ്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്യാൻ പാടില്ല? പ്രയാസമൊന്നും അനുഭവിക്കാൻ പാടില്ല. അത് തെറ്റിദ്ധാരണ. പട്ടിണി കിടത്തണം എന്നല്ല, പക്ഷെ പട്ടിണിയെ കുറിച്ച് കുട്ടിയെ അറിയണം. നല്ല വസ്ത്രം വാങ്ങിക്കൊടുക്കണം. പക്ഷേ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ ഇട്ടിട്ടുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ട് എന്ന് ഒരു ഉപ്പക്കും ഉമ്മക്കും മക്കളെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റണം.
അവിടെയാ പരാജയപ്പെട്ടു പോകുന്നത്. ഞാൻ ഇങ്ങനെ കാസർഗോഡ് നിന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു കുട്ടിയെ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ ഇറങ്ങിയ സമയത്ത് ഒരു മുസ്ലിം കുട്ടിയെ കണ്ടു. ചെറിയ മോള, ഒരു 6 വയസ്സായിട്ടുണ്ടാവും. 6 വയസ്സായിട്ടുള്ള കുട്ടി ഇട്ടിട്ടുള്ള വസ്ത്രം എന്ന് പറയുന്നത് ചെറിയൊരു ബനിയനും അതേപോലെ ചെറിയൊരു പാവാടയാണ്. ആ കുട്ടി ഷോപ്പ് പോയിട്ട് വസ്ത്രം വാങ്ങിണ്ടാവും? ആ 6 വയസ്സായിട്ടുള്ള കുട്ടി ഒരിക്കലും ഒരു ഷോപ്പിൽ പോയിട്ട് വസ്ത്രം വാങ്ങിയിട്ടുണ്ടാവില്ല. ആരാണ് ഈ വസ്ത്രം വാങ്ങിക്കൊടുത്തിട്ടുണ്ടാവുക? ഉപ്പയും ഉമ്മയും ആയിരിക്കും വസ്ത്രം വാങ്ങിക്കൊടുത്തിട്ടുണ്ടാവുക. ഇത് വാങ്ങിക്കൊടുക്കുമ്പോൾ ഉപ്പയുടെയും ഉമ്മയുടെയും മനസ്സിൽ എന്തായിരിക്കും ഉണ്ടാവുക? ഓള് ചെറുതല്ലേ, പ്രായക്കാവുമ്പോ എന്ത് ചെയ്യാ, അങ്ങോട്ടാക്കി കൊടുക്കാം. എന്നിട്ട് പ്രായമാകുന്ന സമയത്ത് പിന്നെന്താ പറയാ, നിങ്ങൾ വരുമൊന്നും വേണ്ട, നിങ്ങൾ പൈസ തന്നാ മതി, ഞാനും എന്റെ ഫ്രണ്ട്സും പോയിട്ട് വാങ്ങിക്കോളാം. അന്ന് ഉമ്മാക്കും ഉപ്പാക്കും എന്തില്ല, വോയിസ് ഇല്ല. എന്നാ ചെറുതാകുമ്പോ ഒരു ഉപ്പയും ഉമ്മയും പറയുന്നത് മാത്രമേ മക്കള് കേൾക്കുള്ളൂ, ഉറപ്പാ. ചെറുതാകുമ്പോ കൈ പിടിച്ച് പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റണം. ഞാനൊക്കെ എൻ്റെ അനുഭവത്തിന് പറയാം. ഞാനൊക്കെ പള്ളിയിലേക്ക് പോയത് എല്ലാ സ്ഥലത്തും പറയാറുണ്ട്. ഞാനൊക്കെ പള്ളിയിലേക്ക് പോയത് ഉപ്പ കൈ പിടിച്ചു കൊണ്ടുപോയിട്ടാണ്. 2ാം ക്ലാസ് പഠിക്കുന്ന സമയത്തെ ഉപ്പ കൈ പിടിച്ച് പള്ളിയിലേക്ക് കൊണ്ടുപോകും. അന്ന് ഞാൻ പള്ളിയിൽ പോയിരുന്നത് പള്ളിയിൽ പോയി എന്ന് കൂട്ടുകാരോട് പറയാൻ വേണ്ടിയിട്ട്. നിങ്ങളൊന്നും സുബൈക്ക് വന്നിട്ടില്ലല്ലോ, സാറിനോട് ചോദിച്ചു നോക്ക്, ഞാൻ വന്നിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പിറ്റേ ദിവസവും ഉപ്പ എണീറ്റില്ലെങ്കിൽ ഉപ്പാന്റെ വാതിലിന് പോയിട്ട് മുട്ടും, പള്ളിയിൽ പോണ്ടെന്ന് ചോദിക്കും. അപ്പോഴും സുബൈയുടെ പ്രാധാന്യം എനിക്കറിയില്ല. അപ്പോഴും പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ മദർസയിൽ പോയിട്ട് പറയണത് പള്ളിയിൽ ഞാൻ വന്നിട്ടുണ്ട് എന്നാ. പക്ഷെ അതൊരു ഹാബിറ്റ് ആയിട്ട് മാറി, ശീലമായിട്ട് മാറി. പിന്നെ ഉപ്പല്ലെങ്കിൽ എന്താവാൻ തുടങ്ങി, ആ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് പള്ളിയിൽ പോകുക എന്നുള്ളത് അത് ബോധ്യം വരികയും ശീലമാവുകയും ചെയ്തു. രണ്ടും വേണം, ശീലം വേണം, ബോധ്യമാവുകയും ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വസ്ത്രദാനത്തെ കുറിച്ച് അറിഞ്ഞിട്ട് കാര്യമില്ല, ശീലമാവണം. ഖുർആൻ പാരായണം ചെയ്യുന്ന അറിഞ്ഞിട്ട് കാര്യമില്ല, അതിന്റെ ഫദ്ല് പറഞ്ഞിട്ട് കാര്യമില്ല. അലിഫിനില്ല 10 കൂലി, ലാമിന് 10 കൂലി, മീമിന് 10 കൂലി, അലിഫ് ലാം മീം ചൊല്ലിയ 30 കൂലി. ഹദീസ് പഠിച്ചിട്ട് കാര്യമില്ല. പിന്നെയോ അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി എന്താ ചെയ്യാൻ പറ്റണം? അതൊന്നും പാരായണം ചെയ്യാൻ പറ്റണം. ഞാൻ പറഞ്ഞെന്താ വെച്ചാല് അറിവുണ്ടായത് കൊണ്ട് കാര്യമില്ല. കുടുംബത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ മക്കളെ നമ്മളാണ് റോൾ മോഡലായിട്ട് വളർത്തിയെടുക്കേണ്ടത്. അപ്പൊ നമ്മുടെ വീട്ടിൽ എന്ത് ചെയ്യണം? പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ടോ, അതേപോലെ നമസ്കാരം കൃത്യമാണോ എന്നതിനെ കുറിച്ചൊരു ബോധം നമുക്ക് വേണം. എൻ്റെ ഉമ്മയുടെ ഉപ്പനോട് പറയാണ്, നമ്മളാണ് റോൾ മോഡൽ. നമ്മുടെ മക്കളെ റോൾ മോഡൽ നമ്മളാണ്. ആ ബാങ്ക് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. നമ്മുടെ മക്കളുടെ റോൾ മോഡൽ നമ്മളാണ്. അത് വീണ്ടും അടിവരട്ട് മനസ്സിലാക്കണം. ഒരു ഉപ്പനെയും ഉമ്മയെയും കണ്ടിട്ടാണ് ഒരു കുട്ടി വളരുന്നത്. ഞാൻ മുമ്പ് പഠിപ്പിച്ച സ്ഥാപനത്തിൽ 2 മാസം കൂടുമ്പോഴാണ് 10 ദിവസം ലീവ് ഉണ്ടാവുക. അങ്ങനെ 10 ദിവസം ലീവ് ഉണ്ടാകുന്ന സമയത്ത് അവർ വീട്ടിൽ പോയിട്ട് വന്നതിനെ കുറിച്ച് വന്നിട്ട് എന്തൊക്കെ ചെയ്തു എന്നൊക്കെ ചോദിക്കും. അപ്പൊ നമസ്കാരം കാര്യങ്ങളൊക്കെ ചോദിക്കും. റെസിഡൻഷ്യൽ സ്കൂളാണ്. അവിടെ എന്നും 4:30 സമയത്ത് എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിക്കും, സുബഹി നമസ്കരിച്ച് ഖുർആൻ പഠനമാണ് ഉച്ചവരെ. അത് കഴിഞ്ഞിട്ടാണ് സ്കൂളത്തെ പഠനമൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നത്. അങ്ങനെ 10 ദിവസത്തെ ലീവ് കഴിഞ്ഞ് ഒരു കുട്ടിയോട് ചോദിച്ച സമയത്ത് ആ കുട്ടി പറഞ്ഞത്, എപ്പോഴാണ് നിസ്കരിച്ചെന്ന് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞത് 8 മണി 9 മണി 10 മണിയൊക്കെ ആവും സുബഹി നമസ്കരിക്കാൻ. അപ്പൊ കാരണം എന്താന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞതാണ്, വീട്ടിൽ ഉമ്മയും ഉപ്പയും ഒക്കെ ആ സമയത്താണ് എന്താക്കുക, എഴുന്നേൽക്കുക. ആ കുട്ടിയെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. ആ കുട്ടി കണ്ടു വളരുന്ന ആരെയാണ്? ഈ ഉപ്പനെയും ഉമ്മയുമാണ്. നമ്മൾ റോൾ മോഡലാണ് എല്ലാ കാര്യത്തിലും. ചെറിയ കുട്ടികൾ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. നമ്മൾ പ്രയോഗിക്കുന്ന വാക്ക്, നമ്മുടെ സംസാരം, നടത്തം, എല്ലാ കാര്യങ്ങളും ഒബ്സർവ് ചെയ്യുന്നുണ്ട്. വാപ്പ സിഗരറ്റ് വലിക്കുകയാണ്, കുട്ടിയോട് പറയാണ് സിഗരറ്റ് വലിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞാലോ കേൾക്കൂല. ഉമ്മ സീരിയൽ കാണാ, ഖുർആൻ പാരായണം ചെയ്യാതെ ഒന്നും ചെയ്യുന്നില്ല, മോനോട് പോയിട്ട് നിസ്കരിക്കുക അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞാലോ ആ കുട്ടിയുടെ മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ടാവും, എൻ്റെ ഉമ്മക്ക് ഓതേണ്ടാത്ത ഖുർആൻ ഞാൻ ഇപ്പം എന്തിനാ ഓതുന്നു? എൻ്റെ ഉമ്മക്ക് നിസ്കാരമൊന്നുമില്ല, പിന്നെ ഞാൻ എന്തിനാ നിസ്കരിക്കണം? ഉപ്പാക്ക് ഇതൊന്നും ബാധകല്ല, ഉപ്പാ പള്ളിയിലൊന്നും പോകണില്ല, പിന്നെ ഞാൻ ഇപ്പം എന്തിനാ പള്ളിയിൽ പോകണമെന്ന് മനസ്സിലേക്ക് കുട്ടി പറയുന്നുണ്ടാവും. കുട്ടികൾ നമ്മളെ കണ്ടിട്ടാണ് വളരുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അറിയാത്ത പല കാര്യങ്ങളും ആർക്കറിയാം? മക്കൾക്കറിയാം അല്ലേ? നിങ്ങൾ ഫോണൊന്ന് കൊടുത്തു നോക്കി, എല്ലാ കാര്യങ്ങളും അറിയാം. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അവര് കാര്യങ്ങൾ ചെയ്തു തരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ എന്ന് പറയുന്ന ഒരു സംഗതി നമുക്ക് ഉണ്ടാവണം. അപ്പൊ നമ്മൾ റോൾ മോഡലാണ്. നമ്മൾ റോൾ മോഡൽ ആകുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ കാണിച്ചു കൊടുക്കണം. അപ്പൊ ഉപ്പ നിലക്ക് നമ്മൾ നേരത്തെ എണീറ്റിട്ട് കുട്ടിയെ വിളിക്കണം, നമസ്കരിക്കണം, ഒപ്പം ഇരുന്ന് ഖുർആൻ ഓതണം. നേരത്തെ പറഞ്ഞതുപോലെ പാവങ്ങളുടെ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കണം. ഒരു ഉപ്പ ഒരു കുട്ടിയെയും കൊണ്ട് എന്ത് ചെയ്യാണ്? ഒരു തെരുവിലേക്ക് പോയിട്ട് തെരുവിന്റെ കാഴ്ചകൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. കുട്ടീനെ പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ തിരിച്ചു വന്നിട്ട് ഈ ഉപ്പ ചോദിക്കുന്നുണ്ട്, മോനെ എന്തൊക്കെ നിനക്ക് ബോധ്യമായി എന്ന് ചോദിച്ചു. ഇപ്പൊ നല്ല പൈസക്കാരനാണ്, ഈ ഉപ്പയും മോനും നല്ല പൈസക്കാരനാണ്. പാവപ്പെട്ടവരുടെ ജീവിതം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് പോയതാണ്. തിരിച്ചു വന്നിട്ട് എന്താ മനസ്സിലായി ചോദിച്ചു. ഉപ്പയെ ഞെട്ടിക്കുന്ന മറുപടി കുട്ടി പറഞ്ഞു. അപ്പൊ ആ കുട്ടി പറയാണ്, ഉപ്പ അവർക്കൊക്കെ എന്തൊരു സന്തോഷ. കാരണം നമ്മള് വാതില് പൂട്ടിയോന്ന് 10-20 തവണ
നോക്കും, പക്ഷേ അവർക്ക് വാതിൽ പോലും ഇല്ല. കുട്ടി ഒബ്സർവ് ചെയ്ത് പറയാണ്. അതേപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും ഓരോ റൂമിൽ ആരും അറിയാതെ ഇങ്ങനെ കിടന്നുറങ്ങുക, പല കാര്യങ്ങളും ചെയ്യാണ്. അവര് എന്തു സുന്ദരമായിട്ടാണ് ഒത്തുചേർന്ന് കളിച്ച് ചിരിച്ച് സന്തോഷത്തോടു കൂടി സംസാരിച്ചിട്ടാണ് അവർ കിടക്കുന്നതും നടക്കുന്നതും ഒക്കെ. എന്തൊരു സുഖസുന്ദരമായിട്ടുള്ള ലൈഫാണ് ഇപ്പം. അതേപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോലെ ഒരുപാട് വിഭവങ്ങളാണ്, ഒരുപാട് വിഭവങ്ങൾ. അതുകൊണ്ട് തന്നെ ടേസ്റ്റ് എന്താണ് പുതിയ അപ്ഡേഷൻ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവര് ഒരു പാത്രത്തിന് തന്നെ 4-5 ആളുകളൊക്കെ ഭക്ഷണം നൽകുമ്പോൾ അവർക്ക് വിശപ്പ് മാറിയിട്ടില്ല എങ്കിലും വിശപ്പ് മാറിയ ആ സുഖം അവരുടെ മുഖത്ത് കാണുന്നുണ്ട് ഉപ്പ എന്ന് പറയണം. ഇതാണ് ആ കുട്ടീനെ കൊണ്ടുപോയിട്ട് ഉപ്പ ആഗ്രഹിച്ച്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മക്കളെയും കൊണ്ടിട്ട് നമ്മൾ ഏതെങ്കിലും ആശുപത്രിയിൽ പോയിട്ടുണ്ടോ? ഏതെങ്കിലും പാവപ്പെട്ട ആളുകളെ കാണിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? നമ്മളിപ്പോഴും പറയാ ഇന്ന ആൾക്കാരോട് കൂട്ടുകൂടരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനത്തെ കുറെ നോകൾ മാത്രമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് നമുക്ക് ചില പാഠങ്ങളെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റാത്തത്? അത് ബോധ്യം വരുന്ന സമയത്ത് ബോധ്യപ്പെടുത്തിയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഉമ്മ പണ്ട് ഇങ്ങനെയായിരുന്നു, ഉപ്പ പണ്ട് ഇങ്ങനെയായിരുന്നു, ഭക്ഷണമൊന്നും കിട്ടാത്ത കാലം ഉണ്ടായിരുന്നു, നമുക്കിപ്പോ 3-4-5 നേരമൊക്കെ ഭക്ഷണം കിട്ടുന്നില്ലേ, ഇപ്പോഴും ഭക്ഷണം കിട്ടാത്ത ഒരുപാട് പേരുണ്ട് ട്ടോ എന്ന് പഠിപ്പിച്ചു കൊടുക്കുമ്പോ ആ കുട്ടിയുടെ മനസ്സിൽ ചെറുതെങ്കിലും എന്തുണ്ടാവും? ആ ബോധം ഉണ്ടാവും. അപ്പൊ കുട്ടി എന്തുണ്ടാവും? നമ്മൾ ആ ഒരു രീതിയിലേക്ക് വളർന്നു വരും. നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മളെ പഠിപ്പിച്ച പാഠം പഠിപ്പിക്കില്ല, അല്ലെങ്കിൽ ഒരു പ്രയാസങ്ങളും കുട്ടി അറിയുന്നില്ല. ഒരു കുട്ടി ഉപ്പനോട് പറയാണ് എനിക്ക് സൈക്കിൾ വേണമെന്ന് പറഞ്ഞു. അപ്പൊ അപ്പ പറഞ്ഞ പൈസ ഇല്ല. അപ്പൊ കുട്ടി പറയാണ് നിങ്ങളെ ഗൂഗിൾ പേ ഞാൻ നോക്കിയിട്ടുണ്ട്, അതിൽ 15,000 ഉറുപ്യ ഉണ്ടല്ലോ. ഗൂഗിൾ പേ ഞാൻ നോക്കിയിട്ടുണ്ട്, അതില് 15,000 ഉറുപ്യ ഉണ്ടല്ലോ. വാപ്പന്റെ അടുത്ത് 15,000 ഉറുപ്യ ഇല്ലായിട്ടല്ല, പിന്നെ ആ 15,000 രൂപ വേറെ വേറെ ആവശ്യങ്ങളുണ്ട്. പക്ഷെ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ 15,000 രൂപ എന്ന് പറയുന്നത് എന്താണ്? ആ കുട്ടിക്ക് ആ സാധനം വാങ്ങാൻ അത് വേണം, ബാക്കിയുള്ള ആവശ്യങ്ങളൊന്നുമില്ല. കാരണം ചോദിക്കുമ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും വാങ്ങിക്കൊടുത്ത് നിറവേറ്റി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ചോദിക്കുമ്പം കിട്ടാതിരിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് തരാത്തത് എന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ ആ കുട്ടിക്ക് സാധ്യമാകുന്നില്ല. എന്തുകൊണ്ടാണ് തരാൻ പറ്റാത്തത് എന്ന് ചിന്തിക്കാനുള്ള പാഠങ്ങളെ കൈമാറാൻ ഉപ്പാക്കും ഉമ്മാക്കും പറ്റിയിട്ടുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മക്കളെ നമ്മളാണ് റോൾ മോഡൽ. വീണ്ടും പറയാണ്, നമ്മൾ റോൾ മോഡൽ എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. പറഞ്ഞാൽ മനസ്സിലാകാത്ത ഒരു കുട്ടിയില്ല കേട്ടോ, പറഞ്ഞാൽ മനസ്സിലാകാത്ത ഒരു കുട്ടിയില്ല. നമ്മൾ വിചാരിക്കുക നമ്മൾ ഈ പ്രായമാകുമ്പോൾ പിടിക്കാൻ നിന്നിട്ടാ പ്രശ്നം. ചെറുപ്പത്തിലേ നമ്മളിങ്ങനെ വളർത്തി വലുതാക്കി ചില കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചും കാണിച്ചു കൊടുത്തു നോക്ക്. അത് പറഞ്ഞാല് നമ്മൾ ഈ A+ ഇതിനും കിട്ടാൻ വേണ്ടിയിട്ട് റൂമിലിട്ട് പൂട്ടിയിട്ട് ഇങ്ങനെ വളർത്തും, പഠിക്കും. ബ്രോയിലർ കോയിനെ പോലെ അങ്ങനെ ഇരുത്തിയിട്ട് ആ ടോപ്പ് എഞ്ചിനീയർ ഇതൊക്കെ ഇങ്ങനെ പഠിപ്പിക്കും. അപ്പൊ എന്താവുന്നില്ല, സാധാരണക്കാരന്റെ വിഷമങ്ങൾ കാണാൻ കുട്ടി പഠിക്കുന്നില്ല. രണ്ടും വേണം. വേറെ വിഷയനോട് അങ്ങനെ പറയുന്നില്ല. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റണം? ചില കാര്യങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഇനി ഒപ്പം ഇരുന്നിട്ട് ചില യൂട്യൂബിലൊക്കെ വീഡിയോസ് ഒക്കെ ഉണ്ടാവും പാവപ്പെട്ടവരെ, എന്നിട്ട് ഇങ്ങനെ കാണിച്ചപ്പോൾ ഫലസ്തീൻ്റെ ഇഷ്യൂ ഒക്കെ ഞാൻ പറഞ്ഞ ഈമാന്റെ നേരത്തെ വലിയൊരു ഭാഗമുണ്ട്. പലസ്തീൻ്റെ നമ്മളിങ്ങനെ ആ പലസ്തീൻ്റെ കുട്ടികളൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് പോലും പറയാൻ പറ്റാത്ത അത്രയും വല്ലാത്തൊരു ഈമാനിന്റെ വാക്ക് അവർ പറയുന്നതാണ്. ഈ അടുത്തിലെ കുറച്ച് മുമ്പ് ഒരു വീഡിയോ ഇങ്ങനെ കണ്ടു, മനസ്സിനിങ്ങനെ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളൊരു സംഗതിയാണ്. ഒരു കുട്ടി എല്ലാം നഷ്ടപ്പെട്ട് തൻ്റെ വീടിൻ്റെ ആ ഒരു നഷ്ടപ്പെട്ട വീടിന്റെ ഭാഗത്ത് ഇങ്ങനെ ഇരിക്കണം, ഒരു പാറപ്പുറത്ത് ഇരിക്കുമ്പോൾ ഒരു ന്യൂസുകാരൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എല്ലാം നഷ്ടപ്പെട്ടില്ലേ? എല്ലാം നഷ്ടപ്പെട്ടു, ദൈവത്തിന്റെ ഒരു പരീക്ഷണല്ലേ, എന്താണല്ലേ ദൈവം ഇങ്ങനെ ക്രൂരമായിട്ട് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് ചോദിച്ചപ്പോ, എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് ചോദിച്ചപ്പോ ആ കുട്ടി ഒന്നും പറയുന്നില്ല. ആ കുട്ടി ഓതിയത് ഒരു ആയത്ത് മാത്രമാണ്, സൂറത്തുൽ ബഖറയിലെ 155-ാമത്തെ ആയത്ത് മാത്രം ഓതി. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസി മിനൽ അംവാലി വൽ അൻഫുസി വസ്തമറാത്ത് വബശിരിസ് സ്വാബിരീൻ. പടച്ചവനുണ്ടല്ലോ ചില കാര്യങ്ങൾ കൊണ്ട് പരീക്ഷിക്കും. ഖൗഫ് കൊണ്ട്, ഭയം കൊണ്ട് പരീക്ഷിക്കും, വിശപ്പ് കൊണ്ട് പരീക്ഷിക്കും, ആൾ നഷ്ടം കൊണ്ട് പരീക്ഷിക്കും, അതേപോലെ തന്നെ മറ്റ് കൃഷി നഷ്ടം കൊണ്ടൊക്കെ ഉപജീവന മാർഗം തടസ്സപ്പെടുത്തിയിട്ടൊക്കെ പരീക്ഷിക്കും. ബശിരിസ്വാബിരീൻ, ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്തയുണ്ട്. ആ സന്തോഷ വാർത്ത ഏതാണ്? സ്വർഗ്ഗാണ് എന്നുള്ളൊരു ബോധത്തിൽ നിന്നാണ് നഷ്ടപ്പെട്ടു പോകുമ്പോഴും ആ ഒരു ആർജവത്തോടു കൂടി ചില വാക്കുകൾ പറയാൻ പറ്റുന്നത്. അതെന്തുകൊണ്ടാ? ദുനിയാവെന്ന് പറയുന്ന ഒരു സംഗതി ഒരു വിഭവം മാത്രമാണ്, കബളിപ്പിക്കുന്ന ഒരു വിഭവം മാത്രമാണ്. അവിടെ എനിക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ശരി, ആ നഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ലോകത്ത് എനിക്ക് ഗുണകരമായിട്ട് മാറുമെന്ന ബോധ്യത്തിലാണ് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്കിൽ എനിക്ക് ഇവിടെയുള്ള നഷ്ടങ്ങളൊക്കെ നാളെ എനിക്ക് കൊയ്തെടുക്കാവുന്ന ലാഭങ്ങളായിട്ട് മാറും. പക്ഷെ നഷ്ടങ്ങളെ ഓർത്ത് ഇങ്ങനെ കരയുന്ന എന്തുകൊണ്ടാ വെച്ചാൽ ദുനിയാവിന്ന് പോകണം എന്നുള്ളൊരു ചിന്ത നമ്മളില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ഞാൻ നേരെ പറഞ്ഞത്, കുടുംബജീവിതത്തിൽ നമ്മൾ റോൾ മോഡലാകുമ്പോൾ നമ്മൾ ചില കാര്യങ്ങളെ പഠിപ്പിച്ചു കൊടുക്കണം. രണ്ടാമത്തത്, കേട്ടിരിക്കാൻ പറ്റണം. നമ്മുടെ മക്കളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ കേട്ടിരിക്കാൻ പറ്റണം.
നമ്മൾ ചെറിയ കുട്ടികളായതുകൊണ്ടാണ് ഞാൻ അവരെ ഫോക്കസ് ചെയ്ത് പറയാത്ത. ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെറിയ കുട്ടിത്തമായിട്ട് ബാക്കിലുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടണമല്ലോ. അപ്പോൾ നമ്മൾ കേട്ടിരിക്കുക എന്ന് പറയുന്ന ഒരു കല ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കലയാണ്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. ഞാൻ വീണ്ടും പറയാണ്, കേൾക്കാൻ ആളുണ്ടോ, സംസാരിക്കാൻ ആശയങ്ങൾ പല ആളുകളിലുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ പ്രായത്തിൽ. ഇപ്പൊ ഈ പ്രേമത്തിലൊക്കെ ആളുകൾ വികാനുള്ള കാരണം എന്തുകൊണ്ടാ വെച്ചാൽ വാപ്പിയും ഉമ്മയും കേട്ടിരിക്കൂല, പക്ഷെ അപ്പുറത്തുള്ളവൻ കേട്ടിരിക്കും. 2, 3, 4 മണിക്കൂർ സംസാരിക്കും. ഈ സംസാരം എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പുറത്തും കേട്ടിരിക്കുകയാണ്. കണ്ണൂരിലുണ്ടായിട്ടുള്ള സംഭവം അല്ലേ, ഒരു കേസിലുണ്ടായിട്ടുള്ള സംഗതി. ഒരു ഇതേമാതിരി ഒരു പ്രേമ കേസിൽ കുടുങ്ങിയിട്ട് ആരുടെ കൂടെ പോകണമെന്ന് ചോദിച്ചു. അപ്പൊ ഈ കുട്ടി പറഞ്ഞത് എനിക്ക് ഇവന്റെ കൂടെ പോയാൽ മതി എന്നാണ്. അപ്പൊ കാരണം എന്താന്ന് ചോദിച്ചു. അപ്പൊ കുറെ കാലം 18 വർഷം തീറ്റിപ്പോയിട്ടുള്ള ഉമ്മയൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാ പോവാത്തെന്നൊക്കെ ചോദിച്ചപ്പോഴും ഈ കുട്ടി ഈ ആളുടെ കൂടെ പോയാൽ മതി എന്ന് പറഞ്ഞു. കാരണം എന്താന്ന് ചോദിച്ചപ്പോ കുട്ടി പറഞ്ഞൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, കുറെ മുമ്പ്. പക്ഷെ ആ കാരണം എന്താ ചോദിച്ചപ്പോ ഈ കുട്ടി പറയാണ്, ചെറുപ്പത്തില് എന്നെ ഉപ്പ എടുക്കാറുണ്ട്, കൊഞ്ചിക്കാറുണ്ട്, ലാളിക്കാറുണ്ട്, ഉമ്മ വെക്കാറുണ്ട്, കെട്ടിപ്പിടിക്കാറുണ്ട്, സ്നേഹത്തിന്റെ എല്ലാ പ്രകടനങ്ങളും നടത്താറുണ്ട്. പക്ഷേ വലുതാകുന്നതിനനുസരിച്ച് എന്റെ ഉപ്പ തൊടാറില്ല, സുഖാണോ എന്ന് പോലും ചോദിക്കാറില്ല. ചോദിക്കുന്നത് പോലും ഒരു എന്താണ് അവിടാണ് അങ്ങനെ ഒരു ദേഷ്യം പിടിക്കുന്ന ശൈലിയിലാണ് ചോദിക്കുന്നത്. സാറേ, സ്നേഹം കിട്ടുന്നിടത്തേക്കല്ലേ പോണ്ടേ? ന്യായമായ ഒരു ചോദ്യമാണ്. സാറേ, സ്നേഹം കിട്ടുന്നിടത്തേക്കല്ലേ പോണ്ടി എന്നാ ചോദിച്ച്. ഞാൻ ആലോചിച്ച് നോക്കാം, നമ്മുടെ മക്കളോട് പെരുമാറുന്ന പെരുമാറ്റത്തെ കുറിച്ച് വെറുതെ ചിന്തിച്ചു നോക്ക്. എന്തുകൊണ്ടാണ് ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ എന്തിനാണ് അവിടെ യാ ബുനയ്യ എന്ന് പ്രയോഗിച്ചതെന്ന് നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് അത് വായിക്കുന്ന സമയത്ത് ആ യാ ബുനയ്യ എന്ന് പറയുന്ന പദത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം പറയാൻ പോകുന്ന ആശയങ്ങൾ വലിയ ആശയങ്ങളാണ്. അത്രയും ചിന്തിപ്പിക്കുന്ന, മനസ്സിനെ ഉലയ്ക്കുന്ന, അത്രയും സുന്ദരമായിട്ടുള്ള ആശയങ്ങൾ പറയുന്നതിന് മുമ്പാണ് എൻ്റെ കുഞ്ഞുമോനെ എന്നിടുന്നത് അല്ലേ. നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് ഒരു ആവശ്യം ഉണ്ടെങ്കിൽ മോനെ അതൊന്ന് എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഒരൊറ്റൊരു വാക്ക് അവിടെ പ്രയോഗിച്ചാൽ എന്ത് ചെയ്യും? ഏത് തിരക്കുള്ളവരും ചിലപ്പോൾ എടുത്തു കൊടുക്കൂലേ? നമുക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ മതി. ഈ പ്രയോഗം എന്ന് പറയുന്ന ഒരു സംഗതി പരിഗണിച്ചുകൊണ്ട് സംസാര. അപ്പൊ ആരാണെങ്കിലും എന്ത് ചെയ്യും? അത് ചെയ്തു. അപ്പോഴാണ് അള്ളാനെ മാത്രം ആരാധിക്കണം കേട്ടോ എന്ന് വലിയ ആശയം പറയുമ്പോ അവിടെ ശാന്തമായിട്ട് കേട്ടിരിക്കണം. അവിടെ യാ ബുനിയ, കുഞ്ഞുമോനെ, പൊന്നുമോനെ, വാവേ, എനിക്ക് വലിയൊരു കാര്യം പറയാനുണ്ട് കേട്ടോ എന്നുള്ളതാണ്. ഈ ആശയത്തെ മുൻനിർത്തിയിട്ട് നമ്മളെ മക്കളെ വിളിക്കുന്ന പദങ്ങൾ വെറുതെ ഒന്ന് എടുത്തു നോക്ക്. എൻ്റെ മോനെ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് മക്കളെ വിളിച്ചിരുത്തിയിട്ട് ചില കാര്യങ്ങൾ പറയുന്ന എത്ര ഉമ്മയുപ്പയുണ്ട്? ആരാ കൊതിക്കാത്തത് മോനെ, കുഞ്ഞോനെ എന്നുള്ള വിളിയൊക്കെ? 90 വയസ്സായിട്ടുള്ള മോനും അല്ലെങ്കിൽ ഒരു 70 വയസ്സായിട്ടുള്ള മോനോ മോളോ 90 വയസ്സായിട്ടുള്ള ഉമ്മയിൽ നിന്ന് ഉപ്പയിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു വിളി എന്തായിരിക്കും? മോനെ, വാവേ എന്നുള്ളൊരു വിളി എന്തായിട്ടുണ്ടാവും? ആഗ്രഹിക്കുന്നുണ്ടാവും. ആ വിളിക്കുമ്പോൾ ആരാലും കേട്ടിരിക്കും. പരിഗണിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ അത് കേട്ടിരിക്കും. നമ്മൾ ഈ ഡാ ഢൂം ഠേ ഠേ അങ്ങനത്തെ ശബ്ദങ്ങളാ, ആ ശബ്ദങ്ങളെ ആരാ കേൾക്കുക? ആരും കേൾക്കൂല, ഇഷ്ടം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞത് കാലം മാറിയിട്ടുണ്ട്. ഉമ്മനോട് ഉപ്പനോട് എല്ലാ കാര്യം പറയില്ല. പക്ഷേ ആ കാര്യങ്ങൾ പറയണമെങ്കിൽ എൻ്റെ ഉമ്മയും ഉപ്പയും കേൾക്കുന്നുള്ളൊരു മനസ്സ് വേണം. അത് ഉണ്ടാക്കിയെടുക്കണം കുടുംബത്തിൽ. അപ്പൊ നമുക്ക് എന്തുണ്ടാവും? സംഘടനാ പ്രവർത്തനത്തിന് ആൾക്കാരെ കിട്ടും, മക്കളെ കിട്ടും. ഇന്ന് മക്കളൊന്നും കിട്ടും. അതിനൊക്കെ വേറെ മാതാപിതാക്കളുടെ കുഴപ്പങ്ങളും ഉണ്ട്. നമ്മളെ ആരും വിടൂല അല്ലേ, മക്കളൊന്നും വിടാത്ത അങ്ങനത്തെ കുറെ ആളുകൾ അങ്ങനെയുണ്ട്. വേറെ വിഷയം. ഞാൻ പറഞ്ഞത് വെച്ചാൽ കേട്ടിരിക്കാൻ പറ്റണം. കേട്ടിരുന്നിട്ടില്ലെങ്കിൽ പ്രശ്നം. അതേ കുട്ടികളുടെ അതേ ഫീലിൽ കേൾക്കുമ്പോഴാണ് ഈ കേട്ടിരിക്കാന്ന് പറഞ്ഞാൽ. ഞാൻ ഈ സമയം ഉണ്ടോ അറിയില്ല, ഇറാ ഗുഹന്റെ ചരിത്രങ്ങൾ വായിച്ചു നോക്കണം. നമ്മള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇറാ ഗുഹയിൽ നിന്ന് വരുന്നൊരു ചരിത്രമുണ്ട്. അത് നമ്മൾ വഹീന്റെ ചരിത്രമായിട്ട് ഇങ്ങനെ പഠിച്ചു വെച്ച ചരിത്ര. പക്ഷെ അതിൽ ഒരു കുടുംബജീവിതം, നമ്മൾ ഈ കേട്ടിരിക്കുക, എങ്ങനെയാണ് ഒരു സംഗതിയെ ഒരു പ്രശ്നത്തെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് ആ ചരിത്രത്തിലൂടെ ഖദീജ ബീവി പഠിപ്പിച്ചു തരുന്നുണ്ട്. നോക്ക് നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരക്ക് പിടിച്ചില്ലേ, പേടിച്ച് വിറച്ചിങ്ങനെ വരികയാണ്. പേടിച്ച് പറച്ച് വരുന്ന സമയത്ത് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറയുന്നത്? എന്നെ പുതപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുതപ്പിച്ചു തരാൻ പറയുന്നു. ഖദീജ ബീവി പുതപ്പിച്ചു കൊടുക്കുന്നു. കുറെ കഴിഞ്ഞതിന് ശേഷം എന്താ പറ്റിയെന്ന് ചോദിക്കുന്നു. അപ്പൊ ഇന്ന കാര്യങ്ങളാണെന്നൊക്കെ പറയുന്നു. അങ്ങനെ പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആശ്വാസ വാക്കുകൾ പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾ ഇന്ന ആളാണ്, അതുകൊണ്ട് അള്ളാഹ് കൈവിടൂല അല്ലെ, പാവങ്ങളെ സഹായിക്കുന്ന ആളാണ്. കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതിലൊരു ഭാഗമുണ്ട്, പേടിച്ച് പറച്ച് കയറുന്ന അള്ളാന്റെ റസൂലിനോട് ഖദീജ ചോദിച്ചില്ല, എടേനി എന്തേലും ചോദിച്ചില്ല. ഇനി നമ്മളെ ജീവിതത്തിൽ എടുത്തൊക്കെ നമ്മളെ വ്യാപാരം എങ്ങനെ വരികയാണ്, നമ്മളെന്താ ചെയ്യുക? പേടിച്ച് കയറിച്ച് തരാൻ എന്താ ചെയ്യുക? ആദ്യം ചോദിക്കുക, എന്താ എടേനി, ഇന്ന് കൂട്ടാതെ പോയിട്ടല്ലേ? അങ്ങനെ തന്നെ വേണം. ഒന്ന് അങ്ങനെയൊക്കെ പറയല്ലേ. രണ്ടാമത്തെ എന്ത് ചെയ്യും? ഈ പുതപ്പിച്ചു കൊടുക്കാണ്ട് അപ്പുറത്തേക്കില്ലേ എന്തൊക്കെ നടന്നതെന്ന് ആദ്യം ചോദിക്കും. പുതപ്പിച്ചു കൊടുക്കാനെല്ലാം ഉണ്ടാവുക. പിന്നെ എന്താ നടന്നേ, എന്താ ക്യൂരിയോസിറ്റി ഉണ്ടാവും.
അത് കഴിഞ്ഞിട്ടേക്കും പിന്നെന്ത് ചെയ്യും, കുറേ കുറ്റം പറഞ്ഞിട്ടേക്കും, പിന്നെ ഈ പോട്ടെ സാരല്ല ഇനിയിപ്പോൾ ശ്രദ്ധിച്ചാൽ മതി അല്ലേ. നമ്മുടെ കുട്ടിയൊക്കെ നേരം വൈകി വരികയാണെങ്കിൽ നമ്മളെന്താ പറയുക, ചീത്ത ഇങ്ങനെ പറയും. മോള് നേരം വൈകി വരാം, അല്ലെങ്കിൽ മോൻ നേരം വൈകി വരാം, പ്രതീക്ഷ സമയത്തിനെക്കാട്ട് ലേറ്റ് ആയിട്ട് വരാൻ നമ്മളെന്താ ഒരു എവിടെ അങ്ങനെ എങ്ങനെ ബസ് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ പറയും പോട്ടെ ഇനി സൂക്ഷിച്ചാൽ മതി. ഈ പോട്ടെ ഇനി സൂക്ഷിച്ചാൽ മതി എന്ന് ആദ്യം പറയണ്ടേ. കാരണം എന്താ, സാധനം പറ്റിപ്പോയി അല്ലേ, ഇല്ല അങ്ങനെ പറ്റിപ്പോയി. ഈ പേടിച്ച് നിൽക്കുന്ന അല്ലെ കത്തിച്ചൊലിക്കുന്ന അവിടത്തേക്ക് പിന്നെയും തീയല്ല വെച്ചു കൊടുക്കണ്ടേ. ശാന്തമാകാനുള്ള സമയം കൊടുക്കണം. അവിടെയാണ് ഖദീജയുടെ ചരിത്രങ്ങൾ എടുത്ത് നോക്ക്. നബി ഇങ്ങനെ വന്നു പുതപ്പിച്ചു കൊടുത്തു അല്ലേ. നബി ശാന്തമായി ആ വിറയലൊക്കെ പോയതിനു ശേഷമാണ് ഖദീജ ബി ചോദിക്കുന്നത് എന്തായി. അപ്പൊ ഇങ്ങനെ കാര്യം പറഞ്ഞാൽ പിന്നെ കാര്യം കഴിഞ്ഞില്ലേ. ഇനി എന്താ ചെയ്യേണ്ടത്, പേടിച്ച് നിൽക്കുന്ന സങ്കടപ്പെട്ട് നിൽക്കുന്ന ആൾക്ക് ആശ്വാസവാക്കാ വേണ്ടത്. അവിടെ ആശ്വാസവാക്ക് പറഞ്ഞു കൊടുക്കാണ്, അപ്പത്തേക്ക് ശാന്തമായി. ഇതേപോലെ നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മുടെ മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ എടുത്തേ വീക്ക് ചാടില്ല. അത് സന്ദർഭോചിതമായിട്ട് ചിന്തിക്കണം കേട്ടോ. പക്ഷെ എന്നാലും ചില കാര്യങ്ങൾ എന്ത് ചെയ്യണം, അവർക്ക് എന്തൊക്കെയോ പറയാനുണ്ടാവും. പക്ഷെ ഒറ്റ അടിക്ക് അടിച്ചിരുത്തുമ്പോൾ കുട്ടികൾ പറയുന്നു. നമ്മൾ MSM ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് ചില ആളുകൾ പറയുന്നുണ്ട് എൻ്റെ ഉപ്പ ഇങ്ങനെയാണ്, എൻ്റെ ഉമ്മ ഇങ്ങനെയാണെന്ന് പറയും. അപ്പൊ നമുക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാവും. കാരണം എന്താ, ചില ആൾക്കാർ ഭയങ്കര ചൂടന്മാരായിരിക്കും. അപ്പോൾ ചില ആളുകൾ പറയുന്നതാണ്, നമ്മൾ പേഴ്സണലായിട്ട് പറയുന്നതാണ്, എൻ്റെ ഉപ്പാനോട് പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ ഉപ്പ ആ ലെവലിൽ എടുക്കുള്ളൂ, എൻ്റെ ഉമ്മാനോട് ആ കാര്യം എന്തായില്ല, ഈ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ ഉമ്മ ആ രീതിയിൽ എടുക്കൂല. എന്തെയും അതെന്തുകൊണ്ടാ, ഉപ്പാൻ്റെ അടുത്ത് പറയുമ്പോൾ ഒന്നെങ്കിൽ എടുത്തു ചാടുന്ന ആളുകളായിരിക്കും, അല്ലെങ്കിൽ ചിന്തിക്കാനുള്ള സമയം കൊടുക്കാത്ത ആളുകളായിരിക്കും, സിറ്റുവേഷൻ അറിയാത്ത ആളുകൾ അല്ലേ, ആ ഒരു കാര്യത്തെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക്. ഞാൻ പറഞ്ഞു വെച്ചാൽ എന്തൊരു പ്രശ്നത്തെയും ശാന്തമായി സ്വസ്ഥമായി ചില കാര്യങ്ങൾ ഇങ്ങനെ ഡീൽ ചെയ്യാൻ കുടുംബജീവിതത്തിൽ നമ്മൾ സമയം വേണം. അതിനെന്ത് വേണം, കുടുംബത്തിൽ എന്ത് ചെയ്യണം, കുറച്ച് ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റണം. ഒരു ഉമ്മ ഭയങ്കര സന്തോഷത്തിൽ പറഞ്ഞു ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞത്, ഞാനും എൻ്റെ പിയാപ്പിളിയും 3 മക്കളും കൂടി ഇന്ന് ഒരു കല്യാണത്തിന് ഫോട്ടോ എടുത്തു. നമുക്ക് ചിരി വരും, പക്ഷെ ഇന്നത്തെ കാലത്ത് ഭയങ്കര സംഭവമാണ്. ആരാണ് ഈ 5 പേര്? ഒരു വീട്ടിലുള്ള 5 പേരാണ്. ഒരു വീട്ടിലുള്ള 5 പേര് ഒപ്പരം കാണും, പക്ഷെ ഒപ്പരം കൂടുന്നത് ഒരു കല്യാണത്തിനോ, അത് ഇന്നും അങ്ങനെ തന്നെ അല്ലേ. ഒരു കല്യാണം വരുമ്പോഴാണല്ലോ ഫോട്ടോക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഒപ്പം നിൽക്കും. അല്ലാത്ത സമയത്ത് ഒപ്പപ്പോഴാണ് നിൽക്കല്. ഇപ്പൊ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കും, മൂത്തോൻ്റെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കും, ഇളവന് ആകെ ഡൈനിങ് ടേബിളിലാണ് ബസ് സ്റ്റാൻഡ്, അവിടെയാണ് ഒത്തുകൂടൽ. ആടെന്തെങ്കിലും എല്ലാ വണ്ടി ഒപ്പരം കയറൂല, ഓരോ സമയത്താ. എന്നിട്ടോ കാണൂല, സംസാരിക്കൂല, ചില കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാൻ സമയമില്ല. ഇതൊക്കെ ഇന്ന് നടന്നുകൊണ്ടിരിക്കണ, ഇത് മാറ്റാനൊന്നും കഴിയില്ല. പക്ഷെ എന്നാലും നമ്മൾ എന്ത് ചെയ്യുക, ബോധപൂർവം വീട്ടിൽ കുറച്ച് സമയമോ അല്ലെങ്കിൽ പുറത്തു പോകാനൊക്കെ ഇങ്ങനെ മക്കളുമായിട്ട് ഇങ്ങനെ കൂട്ടുകൂടുമ്പോൾ മക്കൾക്ക് തോന്നണം എൻ്റെ ഉമ്മയോടും ഉപ്പയോടും എല്ലാ കാര്യങ്ങളൊക്കെ പറയാൻ. ചില കാര്യം ഫ്രണ്ട്ലി ആണെന്ന് തോന്നും, എന്നാലോ ആശയങ്ങളും ചില കാര്യങ്ങളൊക്കെ ബോധപൂർവ്വം നല്ല കാര്യങ്ങളൊക്കെ ബോധപൂർവ്വം പറഞ്ഞു കൊടുക്കാനും പറ്റണം. ചില ആൾക്കാരെങ്ങനെ ഈ തൗഹീദും കാര്യങ്ങളൊന്നും ഉപ്പയും ഉമ്മയും പറഞ്ഞു കൊടുക്കില്ല, ഉസ്താൻ്റെ അടുത്ത് കിടും. നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കി പള്ളിക്ക് പോവാനേ അല്ലേ, നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കി അള്ളാഹ് അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കും. ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നത് അതാണ് ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിന്നെയും പറയാ. ലുക്മാൻ നബി വേറെ മോൻക്കല്ല പഠിപ്പിച്ചു കൊടുത്തേ, പിന്നെ സ്വന്തം മോനാ പഠിപ്പിച്ചു. യാ ബുനയ്യ അല്ലേ, യാ ബുനയ്യ ഇന്നഹാ ഇൻദകും മിസ്കാല, ഒക്കെ എല്ലാ സാധനങ്ങളും സ്വന്തം മോനെ ഇരുത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. ഞാൻ ചോദിക്കട്ടെ, എത്ര ഉമ്മയും ഉപ്പയും മക്കൾ ഇരുത്തിയിട്ട് മദ്രസ കാര്യം ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനല്ലാതെ അള്ളാഹു അല്ലെങ്കിൽ ഇങ്ങനെയാണ് അല്ലേ, തൗഹീദ് എന്താണ്, ശിർക്ക് എന്താണ്, ഇന്ന കാര്യങ്ങൾ എന്നൊക്കെ മദ്രസ പഠിച്ചില്ലേ എന്നല്ല, പിന്നെ ഇന്നതാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? വെറുതെ ആലോചിച്ചത് ഇല്ല. നമ്മള് ഈ മദ്രസത്തെ കാര്യം തന്നെ ഭയങ്കര അപകട. മദ്രസത്തെ കാര്യം തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്നത് എങ്ങനെ അറിയോ? എങ്ങനെയാ പഠിപ്പിച്ചു കൊടുക്കുന്നത്? മാർക്ക് വെച്ചിട്ടാ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അല്ലാന്ന് പറയാൻ പറ്റുമോ? ഞാനൊക്കെ പേരൻസ് മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ട്, എന്ത് ചെയ്യണം, ജയിക്കണമെങ്കിൽ പഠിച്ചോ എന്നാ മദ്രസക്കാര്. മദ്രസ ജയിക്കാൻ പഠിക്കാനുള്ള ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ നല്ല ഇരുന്ന് പഠിച്ചോ എന്നാ പറയാ. ഫുൾ മാർക്ക് കിട്ടാനാ മദ്രസത്തെ അല്ല, അവിടെ തന്നെ അപകട. ഇത് പ്രാക്ടിക്കലാണ്. നമ്മൾ ഈ മദ്രസക്ക് വേണ്ടി എന്താ പറയുക, മാർക്കിന് വേണ്ടി പഠിച്ചോ എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് ഞാൻ പറഞ്ഞില്ലേ അറിവുണ്ട്, പക്ഷെ എന്താവുന്നില്ല, മദ്രസ കഴിഞ്ഞു, എക്സാം കഴിഞ്ഞു, പൂട്ടി വെച്ചു, അടുത്ത ക്ലാസ്സിലെത്തി. എന്തേനി സ്വലാത്ത് കഴിഞ്ഞില്ലേ, അല്ലാഹു സ്വല്ലി അലാ കഴിഞ്ഞിട്ടുള്ള അടുത്ത പ്രാർത്ഥന എന്താ? അത് 3-ാം ക്ലാസ്സിൽ പഠിച്ചിനല്ലോ, അത് മറന്നുപോയി. അത് മറന്നു പോകാനുള്ളതാണോ? അത് ആ ചാപ്റ്റർ കഴിഞ്ഞില്ലേ, അടുത്ത ചോദ്യം അതാ. അതങ്ങനെ കഴിയാനുള്ളതല്ല. അപ്പൊ ഞാൻ പറഞ്ഞെന്താണ്, നമ്മൾ എന്ത് ചെയ്യണം, ചില കാര്യങ്ങളെ ബോധപൂർവം പഠിപ്പിച്ചു കൊടുക്കണം. നമ്മൾ സമയമായിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യാണ്, ചുരുക്കി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. നമ്മൾ ഒന്നെന്താ പറഞ്ഞത്, ഒന്ന് ശ്രദ്ധ എന്ന് പറയുന്ന ഒരു സംഗതി, ഉപദേശം തുടങ്ങുക. ഉപദേശം എന്ന് പറയുന്ന ഒരു സംഗതി ഇടയ്ക്കെന്താണ്, ചില കാര്യങ്ങൾ അപകടം എന്ന് പറയുന്ന ഒരു അവസ്ഥയെ മുൻനിർത്തിയിട്ട് എന്ത് ചെയ്യാൻ പറ്റണം,
നമ്മൾ മുൻനിർത്തിയിട്ട് നമ്മളിങ്ങനെ ചില ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ, ഖുർആൻ വായിക്കുമ്പോൾ, ചില ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ, ചില കാര്യങ്ങൾ അനുഭവങ്ങൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിലിങ്ങനെ ഒരു വല്ലാത്തൊരു ഈമാൻ ഉണ്ടാവും. അതെപ്പോഴാണ്? പരലോകത്തേക്ക് പോകണമല്ലോ, മരിക്കണമല്ലോ എന്ന് ചിന്തയിൽ ചില കാര്യങ്ങൾ കാണുമ്പോൾ. അങ്ങനെ കാണുമ്പോൾ ശ്രദ്ധയോടുകൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ദുനിയാവിന് വേണ്ടിയിട്ടല്ലാതെ നമ്മുടെ വ്യക്തി ജീവിതം നന്നാക്കി പരലോകത്ത് പടച്ചവന്റെ മുമ്പിൽ അല്ലേ എല്ലാ കാര്യങ്ങളും സമർപ്പിക്കാൻ, ആ നന്മകൾ സമർപ്പിക്കാൻ വേണ്ടി ജീവിതത്തെ സൂക്ഷ്മതയോട് കൂടിയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ സൂക്ഷ്മതയോട് കൂടിയിട്ട് കൊണ്ടുപോകുമ്പോൾ പടച്ചവന് ജീവിതത്തിൽ സ്ഥാനം കൊടുക്കാൻ പറ്റണം. അള്ളാഹുവിന് സ്ഥാനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ കേവലം വാക്കുകൾ കൊണ്ടല്ല, പിന്നെയോ പടച്ചോൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടോ എന്നും, ആരാധനയാവട്ടെ, സ്വഭാവമാവട്ടെ, പെരുമാറ്റം, വസ്ത്രധാരണ, എല്ലാ കാര്യങ്ങളും എടുത്തു നോക്കിയാലും അതിലൊക്കെ അള്ളാഹിനോടുള്ള മുഹബ്ബത്തിലെ പടച്ചോനുള്ള സ്നേഹം എന്ന് പറയുന്നത് ജീവിതത്തിലൂടെ കാണുന്നുണ്ടോ എന്നതിനെ കുറിച്ചൊരു ബോധം നമുക്കുണ്ടാവണം. അപ്പൊ നമ്മൾ വീണ്ടും പരലോകം എന്ന് പറയുന്ന ഒരു സംഗതിയെ പ്രാധാന്യം കൊടുത്തിട്ടായിരിക്കും ജീവിക്കുക. അങ്ങനെ അള്ളാഹിനെ മാത്രം ആരാധിച്ച് പടച്ചവന് സ്ഥാനം കൊടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സുഖകരമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള ജീവിതം അവനക്ക് ഉണ്ടാവും. അല്ല എങ്കിലോ പരാജയപ്പെട്ടു. അങ്ങനെ അള്ളാഹിനെ മാത്രം ആരാധിക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ ആ ഊരിൽ എത്ര ആൾക്കാരുണ്ടാവും, ആ ആൾക്കാരുടെ കുടുംബത്തിൽ ബർക്കത്തുണ്ടാവും. അങ്ങനെ കുടുംബത്തിലേക്ക് വരുന്ന സമയത്ത് ഉമ്മയും ഉപ്പയും റോൾ മോഡൽ ആവണം. ഉമ്മയും ഉപ്പയും റോൾ മോഡൽ ആവുക എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാ വിഷയങ്ങളിലും റോൾ മോഡലായിട്ട് കാണിച്ചു കൊടുക്കണം. കേവലം പറഞ്ഞാൽ പോരാ, കാണിച്ചു കൊടുക്കുന്ന രീതിയാവണം. വാ നമുക്ക് നമസ്കരിക്കാം, വാ നമുക്ക് ഖുർആൻ ഓതാം, ഞാൻ ഓതി ഈ ഓതി എന്നുള്ളത് ഇപ്പൊ നടക്കൂല. നേരെ മറിച്ച് നമുക്ക് ഓതാന്ന് പറഞ്ഞിട്ട് ബോധപൂർവം ചില കാര്യങ്ങൾ എന്തായേണ്ടി വരും, കൂട്ടിപ്പിടിച്ച് കൊണ്ടുപോകണം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇടയ്ക്ക് ആശുപത്രിയിലൊക്കെ പോകേണ്ടി വരും, രോഗികളൊക്കെ കാണിച്ചു കൊടുക്കണം അല്ലേ. ചില സന്ദർഭം, ചില സാഹചര്യങ്ങളൊക്കെ ബോധപൂർവം കാണിച്ചു കൊടുക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും നമുക്ക് എന്ത് ചെയ്യണം, സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ റോൾ മോഡലായിട്ട് നമ്മൾ മാറുമ്പം കേട്ടിരിക്കുക എന്ന് പറയുന്ന ഒരു കല നമുക്ക് വേണം. നമ്മൾ എത്ര തിരക്കുണ്ടെങ്കിലും ശരി, നമ്മുടെ മക്കളുടെ കൂടെ ഇരുന്ന്, കുടുംബത്തിൽ ഭാര്യ ഭർത്താവ് എല്ലാം കൂടി കൂടി ഇരുന്നിട്ട് ഒരു 10 മിനിറ്റെങ്കിലും എന്നും ഡെയിലി നമ്മുടെ ജീവിതത്തിൽ, ഡെയിലി ഇല്ലെങ്കിലും ആഴ്ചയിലെങ്കിലും ശരിക്കും ഒരു 10 ഒരു 15 മിനിറ്റ് വീട്ടിൽ കൂടി ഇരുന്നിട്ട്, വലിയ ആഭ്യന്തര കാര്യങ്ങളൊന്നുമില്ല. ചില ഒരു കുട്ടി പറഞ്ഞത് അത്തായത്തിന് ഇങ്ങനെ ഉപ്പ തിന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ മോൻ വരിക. അപ്പൊ എന്താന്ന് ചോദിച്ചാൽ പറഞ്ഞ്, ഉപ്പന്റെ കൂടെ ഇരുന്നാൽ ഉപ്പ എപ്പോഴും പഠനകാര്യം മാത്രമേ ചോദിക്കുള്ളൂ, എപ്പോഴും പഠനകാര്യം എന്താ ഇതെന്താ എന്ന് മാത്രമേ ചോദിക്കുള്ളൂ. ശരിക്കും ആ ഒരു കുട്ടിന്റെ ഒരു വികാരമാണ്. ഒരു കുട്ടി ഉപ്പയിൽ നിന്ന് പഠനകാര്യം മാത്രമാണോ ആഗ്രഹിക്കുക കേൾക്കാൻ? ഒരു ഉപ്പക്ക് പഠനകാര്യം മാത്രം, ഞാൻ ചോദിക്കണ്ടെന്ന് അർത്ഥത്തിൽ അല്ലട്ടോ പറഞ്ഞത്, പക്ഷെ അത് മാത്രമായിരിക്കും ചോദിക്കാനുണ്ടാവുക. എപ്പോഴും അതെന്താ ഇതെന്താ അങ്ങനെ മാത്രമായിരിക്കും ചോദിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടി അല്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യണം, ചില കാര്യങ്ങൾ തമാശകൾ വേണം, ചിരികൾ വേണം. എന്റെ പെങ്ങള് ഇപ്പോഴും ഡിഗ്രി തേർഡ് ഇയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഉപ്പനോടും ഉമ്മനോടും ഷെയർ ചെയ്യും, എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും. കാരണം എന്താന്ന് ചോദിച്ചാൽ ഉപ്പയും ഉമ്മയും ഓളോട് അങ്ങനെ നിൽക്കുക. ഉപ്പ ഇങ്ങനെ ചോദിക്കും, ഉപ്പാക്ക് അറിയാം ഉപ്പന കോളേജിൽ ആരാ ക്ലാസ് എടുക്കുന്നത്, ഏത് സാറാന്നൊക്കെ അറിയാം. പക്ഷെ ഉപ്പ ചോദിക്കും, ആ സാറ് പോയോ, ആ സാർ ഇപ്പോഴും ഉണ്ടോ, ആ സാർ ഏത് വിഷയം എടുക്കുന്നേ, അത് ഇടക്കിടക്ക് ചോദിക്കും. അത് തെറ്റിച്ചോണ്ട് ചോദിക്കും. അപ്പൊ അങ്ങനെയല്ല അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഓളിങ്ങനെ സംസാരിച്ചോണ്ട് വെക്കും ചില കാര്യങ്ങൾ. ആലോചിച്ച് ഞാൻ അങ്ങനെ ആലോചിക്കുന്നു, അപ്പാക്ക് അറിയാത്തോണ്ടല്ല, പക്ഷെ ആ രീതിയിൽ ഇങ്ങനെ എന്ത് ചെയ്യാണ് സംസാരിച്ചിട്ടുണ്ടാവുമ്പോൾ എല്ലാ വള്ളി പുള്ളിയിൽ വിടാതെ എല്ലാ കാര്യങ്ങളും പോയത് മുതൽ വരുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ് ഉപ്പനോട് ഇങ്ങനെ ഷെയർ ചെയ്യണം. കാരണം ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്, ഉപ്പയും ഉമ്മയാണ്. കാരണം ആ രീതിയിലാണ് നിൽക്കുന്നത്, ടൈമുണ്ട്. അപ്പം ഇങ്ങനെ കേട്ടിരിക്കും. ഉപ്പാക്ക് അറിയുന്ന കാര്യം തന്നെ ഉപ്പാക്ക് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് ആരെടുക്കുന്നത് എനിക്കറിയാലോ, അങ്ങനെയല്ല, അതിങ്ങനെ സംസാരിക്കാൻ വേണ്ടി ഇങ്ങനെ വിഷയം ഇടുക. അപ്പൊ എന്തുണ്ടാവും, ആ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനുള്ള ഒരു വേദി ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, തമാശകൾ പറയണം, എല്ലാ കാര്യങ്ങളും കുടുംബത്തിൽ പറയാൻ പറ്റുമ്പോൾ നമ്മുടെ മക്കളുണ്ടാവും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്ന്, അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഫോൺ എന്ന് പറയുന്ന ഒരു സംഗതി വില്ലനാണ്. നിങ്ങൾക്കറിയാതെ പല മക്കൾക്കും ഇൻസ്റ്റാഗ്രാമും മറ്റേ ഗ്രാമും എല്ലാ ഗ്രാമത്തിലുള്ള ആളുകളാണ് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മദ്രസ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ 3ാം ക്ലാസ്സുകാരൻ ചോദിക്കാണ്, സാറിനെ ഫോളോ ചോദിച്ചു, സാറിനെ ഫോളോ ചോദിച്ചു. അപ്പൊ പേര് സ്വന്തം പേരിലൊന്നല്ല ഉണ്ടാവുക, പല പേരിലുമാണ് എന്തുണ്ടാവുക. അപ്പൊ എല്ലാവർക്കും എന്തുണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, എല്ലാവരും റീലും ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പത്തെ ന്യൂജൻ ഉപ്പമാരുടെ ഒക്കെ പ്രശ്നം വെച്ചാൽ മക്കൾ എന്ത് ചെയ്യുന്ന അറിയോ, ഈ വീഡിയോ ഇട്ടിട്ട് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് പല കോപ്രായത്തരങ്ങളും കാണിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും അല്ലേ. വസ്ത്രധാരണ ആണെങ്കിലും കോസ്റ്റ്യൂംസ് ആണെങ്കിലും അങ്ങനെ ഇട്ടിട്ട് ആളുകൾക്കിടയിൽ വൈറലാവുക എന്നൊരു ചിന്ത ഇങ്ങനെ ഉണ്ട്. അതുപോലെ നമ്മൾ വിചാരം വെച്ചാൽ ഈ വൈറലായി കഴിഞ്ഞാൽ നമ്മൾ എന്തോ ഒരു സംഭവമാണല്ലോ തോന്നിപ്പോവാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഇപ്പോൾ എനിക്ക് കുറേ ഫോളോവേഴ്സും കുറേ വ്യൂവേഴ്സും കുറേ കമന്റ് ഇടുന്ന കുറേ ആളുകളുണ്ട്. ഇവരൊക്കെ ഇപ്പം എനിക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? എനിക്ക് അതുകൊണ്ട് ഇപ്പം എന്താ ഗുണമുള്ളത്?
ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ ദുനിയാവിൽ ഇങ്ങനെ കെട്ടിപ്പൂട്ടി ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾക്കിങ്ങനെ വസ്ത്രം ഇറക്കം കുറയും തോറും ആളുകൾ നമ്മൾ സ്വീകരിക്കാനുണ്ടാവും. അതേപോലെ തന്നെ കോസ്റ്റ്യൂംസ്. മുസ്ലിം പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നത്. ആലോചിച്ച് നോക്ക്. അതിൽ നമ്മൾ മുജാഹിദുകളൊക്കെ ഉണ്ട്, നമുക്കൊക്കെ അറിയുന്ന ഒരുപാട്. നമ്മൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന പറഞ്ഞത് അതുകൊണ്ടാ. ഉമ്മാക്കും ഉപ്പാക്കും അറിയില്ല. നമ്മൾ ഈ സ്റ്റോറിയും സാധനങ്ങളൊക്കെ കാണും. നമ്മൾ ഉപ്പാനോടും ഉമ്മാനോടും എന്റെ കുട്ടിയാവും ചെയ്യൂല. നേരത്തെ പറഞ്ഞ പോലെയാണ്, അന്ധമായിട്ട് വിശ്വസിക്കുകയും ചെയ്യരുത്, എന്നാ അന്ധമായിട്ട് അവിശ്വസിക്കും. രണ്ടും പ്രശ്നമാണ്. അങ്ങനെ ഒരു ട്യൂണിങ്ങിൽ ഒരു സൈക്കോളജി പരമായിട്ട് മക്കളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. മക്കളുള്ളതുകൊണ്ട് എല്ലാ കാര്യവും പറയാനും പറ്റൂല. അങ്ങനെയുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ കോസ്റ്റ്യൂംസ് വിഷയങ്ങൾ അല്ലേ, ഖുർആൻ നേരത്തെ പറഞ്ഞ പോലെ ഹയാത്തു ദുനിയ എന്ന് പറഞ്ഞ സൂറത്തുൽ ഹദീദിൽ വചനുണ്ട് അല്ലേ. ചില കാര്യങ്ങൾ ദുനിയാവിന് വേണ്ടി ജീവിക്കുന്നത് അല്ലേ, അവരിങ്ങനെ സീനത്തിനെ കുറിച്ചും തഫാഖുറിലെ തക്കാസുറും ബൈന എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുന്ന കാര്യങ്ങൾ ഭയങ്കര ആപ്റ്റായിട്ട് ഇന്നത്തെ കാലത്ത് ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. ഒരു വീട്ടിൽ ഒരാൾക്കിടാൻ എത്ര ഷൂവാ? എൻ്റെ ഒരു സുഹൃത്ത് ജോലി കഴിഞ്ഞിട്ട്, ജോലിക്ക് കിട്ടുന്ന ജോലി പൈസക്കൊക്കെ ഷൂ വാങ്ങുക. 5-6 ഷൂവാ. ആകെ 2 കാലമുള്ളൂ. ആ കാലിനിടാന് ഇത്രയും തോന്നെ ഷൂ. ഇതെവിടെ ഇടുക? വസ്ത്രം അലമാറ തുറന്നാൽ ഇഷ്ടം പോലെ വസ്ത്രം. അടുത്ത കല്യാണമാകുമ്പോൾ ചോദിക്കണം, ഞാൻ ഏതാ ഇടുക? എനിക്കൊന്നുമില്ലല്ലോ. ഇത്രയും തോന്നെ ഷെൽഫിൽ വെച്ചിട്ട് പറയാണ് എനിക്കൊന്നുമില്ലല്ലോ. ചെരുപ്പം അങ്ങനെ, വസ്ത്രത്തിനനുസരിച്ച് വാച്ച് അല്ലേ, അങ്ങനെ പോവാണ്. ഞാൻ പറഞ്ഞെന്താ വെച്ചാല്, നമ്മളിങ്ങനെ ഈ ദുനിയാവിന് വേണ്ടിയിട്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ട് അവിടെ ഉമ്മക്കും ഉപ്പക്കും നേരത്തെ പറഞ്ഞതുപോലെയാണ്. നമ്മൾ ചിന്തിക്കണം. അവിടെയാണ് പാവപ്പെട്ട ആളുകളെ കുറിച്ചൊക്കെ ചിന്തിക്കണം. പടച്ചോൻ ചോദിക്കട്ടോ, ഇവിടെ അനുഭവിച്ചിട്ടുള്ള എല്ലാ സുഖാനുഗ്രഹങ്ങൾക്കും നാളെ അള്ളാന്റെ കോടതിയിൽ മറുപടി പറയാം എല്ലാത്തിനും. അതുകൊണ്ടാണ് 2 കാര്യത്തെക്കുറിച്ച് ചോദിക്കാതെ എന്ത് ചെയ്യൂല. പലതുമല്ല സിഹത്തും ഫറാഅത്തും പറഞ്ഞത്. ആരോഗ്യത്തെക്കുറിച്ചും ഒഴിവ് സമയത്തെക്കുറിച്ചും അള്ളാഹ് ചോദിക്കും. അപ്പൊ നമ്മൾ എന്തല്ലോ ഒരു കാര്യം ചെയ്യുമ്പോൾ വേണം. ഒറ്റ കാര്യം കൂടി പറയാണ്. ഒരു കുട്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിരീശ്വരവാദി ഇങ്ങനെ കളിയാക്കാണ്. നീ എത്ര പ്രാർത്ഥിച്ചിട്ടും നിന്റെ ദൈവം എന്താണ് വിളി കേൾക്കാത്തതെന്ന് കളിയാക്കുമ്പോൾ ആ കുട്ടി പറയുന്നൊരു മറുപടി ഉണ്ട്. ആ കുട്ടി പറയാണ്, എന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകാഞ്ഞിട്ടല്ല, ദൈവം ആരുടെയോ കയ്യിൽ എന്റെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം നൽകിയിട്ടുണ്ട്. ആ മനുഷ്യൻ എന്തുകൊണ്ടാണ് എൻ്റെ അടുക്കലേക്ക് വരാത്തത് എന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കണം. ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ, അള്ളാഹ് നമുക്ക് പൈസ തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പൈസ അല്ല, ആരോ പ്രാർത്ഥിക്കുന്നുണ്ട്. അള്ളാഹുവേ, ഒരു നേരത്തെ ഭക്ഷണം മാറ്റാൻ വേണ്ടിയിട്ട് എൻ്റെ വിശപ്പിന്റെ ആ വിളിനാദം കേൾക്കണേ എന്നുള്ള പ്രാർത്ഥനയുടെ ഉത്തരം എൻ്റെ പോക്കറ്റിലുള്ളത്. അത് ഞാൻ കൊടുത്താലേ ഉള്ളൂ ഓന്റെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുള്ളൂ. ഞാനിത് ഇങ്ങനെ കുറെ ചെലവാക്കിയിട്ട് കാര്യമില്ല. ചിന്തിക്കണം. അപ്പൊ നമുക്ക് കുറെ നിയമത്തുകൾ ഉണ്ടാകുമ്പോൾ അത് ആർക്കൊക്കെ എത്തിക്കാണ്ട് എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാകണം. നമ്മൾ കുടുംബജീവിതം ഒക്കെ ഭദ്രാവും. കുറെ വിശാലമായിട്ട് പറയാനുള്ള വിഷയമാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവസാനിപ്പിക്കാണ്. നമ്മളെപ്പോഴും പടച്ചോനെ മാത്രം ആലോചിച്ച് പരലോക ചിന്ത ഇങ്ങനെ നിർത്തുമ്പോൾ കുറേ ദൂർത്തും കുറേ കാര്യങ്ങൾ മാറുകയും നമ്മുടെ മക്കളെയും നമ്മുടെ ഒരു പ്രസ്ഥാനത്തെയും ഒക്കെ എന്ത് ചെയ്യണം, ഒന്നും കൂടി ഉഷാറാക്കണമെന്നും ആളുകളൊക്കെ നന്മയിലേക്ക് ക്ഷണിക്കണമെന്നും മനസ്സിങ്ങനെ മന്ത്രിച്ചുകൊണ്ട് വെറുതെ ഇരിക്കൂല. അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കൂല. ഒന്നൊന്ന് കഴിഞ്ഞാൽ പിന്നെ അടുത്തയിലേക്ക് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. എല്ലാ കാര്യങ്ങളും സൂക്ഷ്മതയോട് കൂടിയിട്ട് മുന്നോട്ട് പോകണം. അതുകൊണ്ട് ചടപ്പുണ്ടാകരുത്, മടുപ്പുണ്ടാകരുത്. ഞാൻ എപ്പോഴും എന്നെക്കുറിച്ച് ചിന്തിക്കുക. ഞാൻ എങ്ങനെയാണ്, ഞാൻ ഇന്ന് മരിച്ചു പോയാൽ പടച്ചവനെടുത്ത് എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. ന്യായീകരണ തൊഴിലാളി ആവരുത്. നമ്മൾ എന്ത് തെറ്റ് ചെയ്താൽ അപ്പം തന്നെ ഇസ്തിഗ്ഫാർ നടത്തുക. പടച്ചവൻ കേൾക്കാൻ റെഡിയാ. നമ്മൾ ഇസ്തിഗ്ഫാർ നടത്തിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ ആ തെറ്റുകളില്ലാതെ നമ്മൾ തെറ്റിൽ നിന്ന് മുക്തമായിട്ട് ജീവിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അതാ ഒരുപാട് തെറ്റുകൾ വന്നു പോയിട്ടുണ്ട്, അറിഞ്ഞും അറിയാതെ രഹസ്യ പരസ്യ മേഖല വന്നു പോയിട്ടുള്ള തെറ്റുകളുണ്ട്. നീ എല്ലാം കാണുന്നവനാണ്, അറിയുന്നവനാണ്. ഇത് പുറത്തു മാപ്പാക്കി തരണം റഹ്മാനെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുക്കൾ, കുടുംബക്കാർ, കൂട്ടുകാർ, അയൽവാസികൾ, അവരുടെ ബർസഖിയായ ജീവിതവും പരലോക ജീവിതവും സുഖപ്പെടുത്തി കൊടുക്കുകയും അവരെയും ഞങ്ങളെയും ഇതിന് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്ന അതാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.